നമസ്കാരം. ബംഗാളിൽ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരങ്ങൾ അതിശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടി അതിർത്തിയിൽ 1000-ലധികം പേർ കാത്തു നിൽക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തു നിൽക്കുന്നതിൽ കൂടുതൽ പേർ എന്നതും സൂചനയുണ്ട്. BSF ഇവരെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യ രംഗത്തെത്തിയിട്ടുമുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് എത്തുന്നത് തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാറിലെ അതിർത്തി വഴിയാണ് ആളുകൾ അതിർത്തി കടക്കാൻ ശ്രമം നടത്തുന്നത്. അതേസമയത്ത് ബംഗാളിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കഴിഞ്ഞു. BSF ഈസ്റ്റേൺ കമാൻഡ് ADG-യാണ് സമിതിയെ നയിക്കുക. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാരുമായി സമിതി ആശയവിനിമയം നടത്തുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ആക്രമണങ്ങളിലെ ആശങ്ക രേഖപ്പെടുത്തി RSSും രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി RSS രംഗത്ത് വരുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ബുദ്ധമതസ്ഥർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞെടുപ്പിച്ച് കൊല്ലുന്നതിനെയും കൊള്ളത്തീവയ്പ് നടത്തുന്നതിനെയും ഒക്കെ ശക്തമായി അപലപിക്കുന്നു എന്നും സർക്കാര്യവാഹക് ദത്തേത്രേയ ഹൊസബാലെ പറയുകയുണ്ടായി. ഈ ദുർഘട സാഹചര്യത്തിൽ എല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളും ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കണമെന്നും RSS ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തായാലും ബംഗാളിലെ ഈ ഒരു സ്ഥിതിവിശേഷങ്ങൾ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി ഷെയ്ഖ് ഹസീന എപ്പോൾ അങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ചൊന്നും യാതൊരു സൂചനയുമില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ അവിടെ നിന്നും പ്രതികരണവുമായിട്ട് ഹസീനയുടെ മകൻ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും തിരഞ്ഞെടുപ്പ് സമയത്ത് തൻ്റെ അമ്മ തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയാണ്. ന്യൂനപക്ഷങ്ങൾ മറ്റ് ചർച്ചകളൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പലായനം വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.